പശ്ചിമേഷ്യയെ ഒന്നടങ്കം ഭീതിയിലാഴ്ത്തിക്കൊണ്ട് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എയറോസ്പേസ് കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ സയ്യിദ് മജിദ് മൂസവി പുറപ്പെടുവിപ്പിച്ച മുന്നറിയിപ്പ് ആഗോള രാഷ്ട്രീയത്തിൽ വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അമേരിക്കയുമായുള്ള വെടിനിർത്തൽ ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ യുദ്ധം പുനരാരംഭിക്കുകയാണെങ്കിൽ ഗൾഫ് മേഖലയിലെ എണ്ണ വ്യവസായത്തെ പൂർണ്ണമായും തകർക്കുമെന്നാണ് ഇറാന്റെ ഭീഷണി. ഇറാനിലുടനീളം സംപ്രേഷണം ചെയ്ത ഈ പ്രസ്താവന കേവലം ഒരു വാക്കല്ല, മറിച്ച് ലോകത്തിന്റെ സാമ്പത്തിക നട്ടെല്ലിന് നേരെയുള്ള വലിയൊരു വെല്ലുവിളിയായാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിലുള്ള വെടിനിർത്തൽ കരാർ അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഇത്തരമൊരു പ്രകോപനപരമായ പ്രസ്താവന പുറത്തുവരുന്നത്. നയതന്ത്ര ചർച്ചകളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന ലോകരാജ്യങ്ങളുടെ പ്രതീക്ഷകൾക്ക് മേൽ ഈ ഭീഷണി കരിനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങളും ശുദ്ധീകരണശാലകളും തങ്ങളുടെ മിസൈലുകളുടെ പരിധിയിലാണെന്ന സന്ദേശമാണ് മുസവി ഇതിലൂടെ നൽകുന്നത്. അമേരിക്കയെ നേരിടാൻ ഇറാൻ സ്വീകരിക്കുന്ന ഏറ്റവും വലിയ ആയുധം ആഗോള ഊർജ്ജ വിപണിയെ തടസ്സപ്പെടുത്തുക എന്നതാണ്. ഗൾഫ് മേഖലയിൽ നിന്നുള്ള എണ്ണ വിതരണം തടസ്സപ്പെട്ടാൽ അത് ലോകമെമ്പാടും കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിന് കാരണമാകും. ഇറാന്റെ ഈ നീക്കം അമേരിക്കയെ മാത്രമല്ല, ചൈനയും ഇന്ത്യയും ഉൾപ്പെടെയുള്ള വൻ ശക്തികളെയും പ്രതിസന്ധിയിലാക്കുന്ന ഒന്നാണ്. തങ്ങളുടെ മണ്ണിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തിന് സഹായം നൽകുന്ന പ്രാദേശിക രാജ്യങ്ങൾക്കും ഇറാൻ കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്കൻ നീക്കങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നവർ അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കാൻ തയ്യാറാകണമെന്ന മൂസഫിയുടെ വാക്കുകൾ ഗൾഫ് രാഷ്ട്രങ്ങളെ കടുത്ത ആശങ്കയിലാഴ്ത്തുന്നു. ഒരു പ്രാദേശിക സംഘർഷം എന്നതിലുപരി ഇതൊരു ലോകമഹായുദ്ധത്തിലേക്ക് വഴിമാറുമോ എന്ന ഭീതിയിലാണ് പല രാജ്യങ്ങളും. ഇറാന്റെ സൈനിക ശേഷി കഴിഞ്ഞ ദശകത്തിൽ വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ഡ്രോണുകളും ദീർഘദൂര മിസൈലുകളും ഉപയോഗിച്ച് ലക്ഷ്യസ്ഥാനങ്ങൾ തകർക്കാനുള്ള തങ്ങളുടെ കരുത്ത് അവർ പലതവണ തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ മൂസവിയുടെ ഭീഷണിയെ വെറും വാക്കായി തള്ളിക്കളയാൻ അമേരിക്കയ്ക്കോ സഖ്യകക്ഷികൾക്കോ സാധിക്കില്ല. വെടിനിർത്തൽ ചർച്ചകൾ പരാജയപ്പെട്ടത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസക്കുറവ് മൂലമാണ്. ഉപരോധങ്ങൾ നീക്കം ചെയ്യണമെന്ന ഇറാന്റെ ആവശ്യവും ആണവ പദ്ധതികൾ ഉപേക്ഷിക്കണമെന്ന അമേരിക്കയുടെ നിലപാടും തമ്മിലുള്ള പോരാട്ടം ദശാബ്ദങ്ങളായി തുടരുന്നതാണ്. ഇപ്പോൾ ഇറാൻ നടത്തുന്ന ഈ ഭീഷണി ചർച്ചകളിൽ മുൻതൂക്കം നേടാനുള്ള ഒരു തന്ത്രമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങൾ നിലവിൽ അതീവ ജാഗ്രതയിലാണ്. സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങൾ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. എണ്ണ വിപണിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വിലക്കയറ്റം തടയാൻ അന്താരാഷ്ട്ര തലത്തിൽ ആലോചനകൾ നടക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കുക എന്നത് അതീവ ദുഷ്കരമായിരിക്കും. ആഗോള ഷിപ്പിംഗ് പാതകളിൽ നിർണായകമായ ഹോർമുസ് കടലെടുക്ക് തടയുമെന്ന ഭീഷണിയും ഇറാൻ പലപ്പോഴും മുഴക്കാറുണ്ട്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ വലിയൊരു ശതമാനം കടന്നു പോകുന്നത് ഇതിലൂടെയാണ്. ഇവിടെ ഉണ്ടാകുന്ന ചെറിയൊരു തടസ്സം പോലും ഇന്ധനവില കുതിച്ചുയരാൻ കാരണമാകും. നയതന്ത്ര ചർച്ചകൾക്ക് ഇനിയും സമയമുണ്ടെന്ന് ഒരു വിഭാഗം വിദഗ്ധർ അഭിപ്രായപ്പെടുമ്പോഴും ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം കർക്കശമായ നിലപാടുകൾ സമാധാന ശ്രമങ്ങളെ പിന്നോട്ടടിക്കുന്നു. ട്രംപ് ഭരണകൂടം സ്വീകരിക്കുന്ന കടുത്ത നിലപാടുകൾക്ക് ഇറാൻ നൽകുന്ന മറുപടിയാണിത്. ഇരുപക്ഷവും ഒരടി പോലും പിന്നോട്ട് മാറാൻ തയ്യാറാകാത്തത് സ്ഥിതിഗതികൾ സങ്കീർണമാക്കുന്നു. പശ്ചിമേഷ്യയിലെ ജനങ്ങൾ വലിയൊരു യുദ്ധത്തിന്റെ നിഴലിലാണ് കഴിയുന്നത്. വർഷങ്ങളായി തുടരുന്ന സംഘർഷങ്ങൾ മേഖലയുടെ വികസനത്തെയും സമാധാനത്തെയും ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ വ്യവസായത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ പുതിയ നീക്കം ജനജീവിതം കൂടുതൽ ദുസ്സഹമാക്കും. ഐക്യരാഷ്ട്രസഭയും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളും ഈ വിഷയത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വലിയ ഫലമുണ്ടായിട്ടില്ല. ഇറാന്റെ പരമോന്നത നേതാവിന്റെ അനുമതിയോടെയാണ് മൂസവി ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതെന്നത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത് കേവലം ഒരു സൈനിക ഉദ്യോഗസ്ഥന്റെ അഭിപ്രായമല്ല, മറിച്ച് രാജ്യത്തിന്റെ ഔദ്യോഗിക നിലപാടാണ്. സാമ്പത്തികമായി നോക്കിയാൽ എണ്ണവിലയിൽ ഉണ്ടാകുന്ന വർധനവ് വികസ്വര രാജ്യങ്ങളെയായിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുക. ഗതാഗത ചെലവ് വർദ്ധിക്കുന്നതോടെ അവശ്യ സാധനങ്ങളുടെ വില കുതിച്ചുയരും. കോവിഡിന് ശേഷമുള്ള ലോക സാമ്പത്തിക ക്രമം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾക്ക് ഇത് വലിയൊരു തിരിച്ചടിയാകും. അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഇറാന്റെ മിസൈൽ സാങ്കേതിക വിദ്യ അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ശേഷിയുള്ളതാണോ എന്ന ചർച്ചകളും സജീവമാണ്. സൈബർ മേഖലയിലും വലിയൊരു പോരാട്ടം അണിയറിയൽ നടക്കുന്നുണ്ടാകാം. ഗൾഫ് എണ്ണ വ്യവസായം തകരുക എന്നാൽ അത് ആഗോള വ്യവസായ മേഖലയുടെ തന്നെ തകർച്ചയാണ്. പ്ലാസ്റ്റിക് മുതൽ ഔഷധങ്ങൾ വരെ എണ്ണയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഈ യാഥാർത്ഥ്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറാൻ ഇത്തരമൊരു ലക്ഷ്യം തെരഞ്ഞെടുത്തത്. ലോകരാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണിത്.
ചർച്ചകൾ പുനരാരംഭിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ കടുത്ത ഉപരോധങ്ങൾ അതിന് തടസ്സമാവുകയാണ്. ഇറാന് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക നിയന്ത്രണങ്ങൾ അവരെ കൂടുതൽ പ്രകോപിപ്പിക്കുകയാണ് ചെയ്യുന്നത്. തങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്ന നിലപാടിലേക്കാണ് ഇറാൻ ഒതുങ്ങുന്നത്. സൈനിക നടപടികൾ ആരംഭിച്ചാൽ അത് ഇറാന്റെ ഉള്ളിലും വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കും. വിദേശ ആക്രമണങ്ങളെക്കാൾ ഉപരി ആഭ്യന്തരമായി ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രതിഷേധങ്ങളെയും ഭരണകൂടത്തിന് നേരിടേണ്ടി വരും. എങ്കിലും രാജ്യത്തിന്റെ പരമാധികാരത്തിന് മുൻഗണന നൽകുമെന്നാണ് ഇറാൻ പ്രഖ്യാപിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾക്കിടയിലുള്ള ഐക്യവും ഈ അവസരത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഖത്തർ പോലുള്ള രാജ്യങ്ങൾ ഇറാനുമായി നല്ല ബന്ധം പുലർത്താൻ ശ്രമിക്കുമ്പോൾ മറ്റു ചിലർ അമേരിക്കൻ പക്ഷത്താണ്. ഈ ഭിന്നത പ്രയോജനപ്പെടുത്താനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള യുദ്ധം അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ളതാക്കാനാണ് സാധ്യത. മിസൈലുകൾക്ക് പുറമെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള ഡ്രോണുകളും സൈബർ ആക്രമണങ്ങളും ഈ യുദ്ധത്തിന്റെ മുഖമുദ്രയാക്കും. അതിനെ നേരിടാൻ ലോകം എത്രത്തോളം സജ്ജമാണ് എന്നത് കണ്ടറിയണം. ഇറാന്റെ ഭീഷണിയെ തുടർന്ന് ആഗോള ഓഹരി വിപണികളിലും ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിക്ഷേപകർ ആശങ്കാകുലരാണ്. യുദ്ധമുണ്ടായാൽ സുരക്ഷിതമായ നിക്ഷേപമായി സ്വർണത്തെ കാണുന്നവരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. ഇതെല്ലാം ഒരു വലിയ സാമ്പത്തിക അസ്ഥിരതയുടെ സൂചനകളാണ്. സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇനിയും വൈകിട്ടില്ല എന്നതാണ് ഏക ആശ്വാസം. രണ്ട് രാജ്യങ്ങളും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായാൽ മാത്രമേ ഈ പ്രതിസന്ധിക്ക് പരിഹാരമാകൂ. എന്നാൽ ഈഗോയും രാഷ്ട്രീയ താല്പര്യങ്ങളും സമാധാന ചർച്ചകളെ വഴിതിരിച്ചുവിടുന്നു. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഈ ആഴ്ച നിർണായകമാണ്. വെടിനിർത്തൽ കാലാവധി അവസാനിക്കുന്നതോടെ എന്ത് സംഭവിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുന്നു. നയതന്ത്രത്തിന്റെ വിജയം അതോ യുദ്ധത്തിന്റെ ദുരന്തമോ ഏതാണ് സംഭവിക്കുക എന്ന് വരും ദിവസങ്ങൾ തെളിയിക്കും. സയ്യിദ് മജീ മുസവിയുടെ വാക്കുകൾ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടാൻ പോകുന്നത് ഒരുപക്ഷെ വലിയൊരു മാറ്റത്തിന്റെ തുടക്കമായിട്ടാകാം. ഒന്നുകിൽ അതൊരു മഹാദുരന്തത്തിന്റെ മുന്നറിയിപ്പായിരിക്കും, അല്ലെങ്കിൽ നയതന്ത്രജ്ഞരെ ഉണർത്താനുള്ള ഒരു കാഹളമായിരിക്കും. സാധാരണക്കാരായ മനുഷ്യരാണ് ഏത് യുദ്ധത്തിലും ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത്. ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് പ്രവാസികളും ഈ ഭീഷണിയിൽ ആശങ്കാകുലരാണ്. അവരുടെ ജീവിതത്തെയും ഉപജീവനത്തെയും ഈ സാഹചര്യം നേരിട്ട് ബാധിക്കും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിലെ സമാധാനം അത്യന്താപേക്ഷിതമാണ്. എണ്ണ ഇറക്കുമതിക്ക് പുറമെ ദശലക്ഷക്കണക്കിന് ഭാരതീയർ ജോലി ചെയ്യുന്ന ഇടം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഭാരതം ഈ വിഷയത്തിൽ സജീവമായി ഇടപെടാനും സമാധാനപരമായി പരിഹാരത്തിനായി സമ്മർദ്ദം ചെലുത്താനും സാധ്യതയുണ്ട്. ലോകം ഇപ്പോൾ നിൽക്കുന്നത് ഒരു വലിയ സ്ഫോടനത്തിന്റെ വക്കിലാണ്. ബ്രിഗേഡിയർ ജനറൽ മുസഫിയുടെ ഭീഷണി വെറുമൊരു വാക്കല്ല, മറിച്ച് മാറ്റത്തിന്റെ കാറ്റാണ്. പശ്ചിമേഷ്യയിലെ ഈ കനൽ അണഞ്ഞില്ലെങ്കിൽ അത് ലോകം മുഴുവൻ പടർന്നു പിടിക്കുന്ന വലിയൊരു അഗ്നിയായി മാറുമെന്നതിൽ തർക്കമില്ല. നയതന്ത്രത്തിന്റെ വഴികൾ ഇനിയും അടഞ്ഞിട്ടില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം.